കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ട യുവാക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്രവാഹനത്തിൽ മടങ്ങിയ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ്, അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഇന്നലെ രാത്രി 10:30 മൗണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പുസ്വാമി കോവിലിന് സമീപമുള്ള വളവിൽ ഇവർ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഇരുവർക്കും വീണ് പരിക്കേറ്റു. രാത്രി ഒരു 10:30 ഞാൻ പെരിയാറ്റി വന്ന് എൻ്റെ മാമന് ഷുഗർ പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ മേടിച്ചിട്ട് ഞാൻ പോകുന്ന വഴിക്ക്, ഞാനും അയ്യപ്പൻ പറഞ്ഞ കൂട്ടുകാരനും പോകുന്ന വഴിക്ക് ശബരിമല മൗണ്ടിനും ശബരിമലയ്ക്ക് ഇടയ്ക്കും ഗജേന്ദ്രൻ്റെ വീടിൻ്റെ ഭാഗത്ത് സ്ഥലമായിട്ട് ഈ 4 കൊല്ലമായിട്ട് എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒരു ടേണിങ് കറങ്ങി ഇങ്ങോട്ട് മാറുമ്പോൾ ആന വഴി നിൽക്കുമായിരുന്നു. ആനയും ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിനെ പേടിച്ചിട്ട് എൻ്റെ കൂടെ വന്നവൻ അവനും ബൈക്കിട്ട് ചോടി ഞാൻ മേലിൽ ഓടിയപ്പോൾ എന്നെ ഓടിച്ചിട്ട് ആ റോഡ് നീളെ ഓടിച്ചിട്ട് കുഞ്ഞും അത് തള്ളയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വശക്കടായി. ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെപ്രാളവും അതിൻ്റെ ഒച്ചയും കേൾക്കുമ്പോൾ ആകെ കൈയും കാലും തളർന്ന് അപ്പം തന്നെ ഞാൻ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇലഞ്ഞ് ഓടി അങ്ങോട്ട് മാറി ഒരു മുള്ളുവേലിക്കകത്ത് ചാടാൻ പോകുമ്പോൾ എൻ്റെ മുണ്ട് വലിച്ചു പിടിച്ചു. എൻ്റെ മുണ്ട് അതിന് കിട്ടിയപ്പോൾ പിന്നെ മുണ്ട് കീറാൻ തുടങ്ങി. അന്നേരം ഞാൻ പതുക്കെ ഇളഞ്ഞ് അപ്പുറത്തെ ചെറുതായിട്ട് അങ്ങോട്ട് മാറി പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി. പക്ഷേ വശക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടവും അവിടെ ആ സമയത്ത് ഒരു മരണത്തിൻ്റെ ഒരു വെപ്രാളം തന്നെ ഉണ്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇത് ഇപ്പോൾ 4 വർഷ കാലമായിട്ട് ഈ മേഖലയിൽ ആനശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ദിവസം ആൾക്കാരെ ഓടിക്കുക, വാഹനം ഓടിക്കുക, അങ്ങനെ നിരന്തരം പ്രശ്നമാണ്. എന്നാന്ന് വെച്ചാൽ ഈ അവിടെ ബത്തേൽ പ്ലാന്റേഷൻ റോഡ് നീങ്ങി അങ്ങോട്ട് ഈ ഈറ്റ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഈറ്റയ്ക്ക് തിന്നാൻ വേണ്ടി കയറി വന്ന ആന ദിവസവും ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ രാത്രി മൊത്തം ഓടിച്ച് അത്രയും പ്രശ്നം ഉണ്ടാക്കിയാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അത് ദിവസം അവിടെ കയറുന്നുണ്ട്. അവിടെ ഗജേന്ദ്രൻ എന്ന് പറയുന്ന ആളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ സത്രം മുതൽ വണ്ടിപ്പെരിയാർ വരെ ദിവസം പോകുന്ന ആൾക്കാരോടോ ആ കാപ്പിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എപ്പോഴും ആനയുണ്ട്. വനവകുപ്പ് ഇതുവരെ ഈ ആനയെ അങ്ങോട്ട് ഓടിക്കാനുള്ള ശ്രമം നടത്തിയായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമേ വന മേഖലയാകുന്നുണ്ട്. ബാക്കി 3 സ്ഥലങ്ങളും മറ്റേ ജനവാസ മേഖലയാണ്. അപ്പോൾ ഈ ആനകൾ ഇങ്ങനെ എപ്പോഴും ആന ഇറങ്ങി വരുന്നത് ഞങ്ങൾക്ക് ഈ എന്തെങ്കിലും ഒരു ആശുപത്രി കേസ്, അത്യാവശ്യ കേസ് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഈ വനവകുപ്പ് ഈ ആന ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അടിയന്തരമായി എടുക്കണം. ഇവരുടെ ഇരുചക്രവാഹനത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തി. ഈ സമയം അതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരുതി കാറിനും കാട്ടാനകൾ ചെറിയ തോതിൽ കേടുപാടുകൾ വരുത്തി. സത്രം ഭാഗത്ത് ഒരു ഭാഗം പെരിയാർ കടുവാ സങ്കേതത്തിന്റെയും മറുഭാഗം സ്വകാര്യ തോട്ടം ഭൂമിയുമാണ്. സ്വകാര്യ തോട്ടത്തിൽ ഈറ്റകളും മുളക്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് ഭക്ഷിക്കുന്നതിനായിട്ടാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.